ജോസേ, ഞാൻ കുറെ നാളായി ചോദിക്കണം വിചാരിക്കുന്നു. ഈ നാട്ടുകാര് മൊത്തം ദിവ്യ വെളിച്ചം എന്ന് പറയുന്നുണ്ടല്ലോ, അന്ന് രാത്രി വിനയം കണ്ടത് ശരിക്കും ദിവ്യ വെളിച്ചായിരുന്നു? ദിവ്യ വെളിച്ചാണെന്നാ? ദിവ്യ വെളിച്ചം എന്ന് പറഞ്ഞിട്ടല്ലോ, ഭയങ്കര വെളിച്ചാണ്, കണ്ണൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അത് ചെന്നിക്കുത്തല്ലേ? ചെന്നിക്കൊന്നും തന്നിട്ടല്ല. ഈ ദിവ്യ വെളിച്ചം എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഉണ്ടോ? പിന്നെ എത്ര നാളായി ശരിക്കും? ആ ദിവ്യ വെളിച്ചം. ഭഗവാന്റെ കാറ്. ട്രോഫി ഒറ്റയടിക്ക് കിട്ടി. വിനയ് എവിടെ? ബജരംഗ് ബിജു, അളിയാ, നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഇത് ഒളിച്ചോട്ട രക്തമൊന്നുമല്ല മക്കളെ, ഒളിച്ചോടല്ലേട്ടാ. എന്താടാ, പെട്ടി കിട്ടിയില്ലേ? ദിവ്യ വെളിച്ചം കണ്ട മഹാനെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വെടിക്കെട്ട് വേലായുധന്റെ 8 തരത്തിൽ പൊട്ടുന്ന സ്പെഷ്യൽ ഐറ്റം ഗർഭം കലക്കി കേരളത്തിൽ ആദ്യമായി ഇതാ പെരുവത്ത് കടവിന്റെ മണ്ണിൽ അരങ്ങേറുന്നു. നിങ്ങളെ അത്ഭുതത്തിലാഴ്ത്തുവാൻ വെടിക്കെട്ട് വേലായുധന്റെ ഏറ്റവും ആകർഷണീയമായ വെടിക്കെട്ട് നമ്പർ 8 തരത്തിൽ പൊട്ടുന്ന ഗർഭം കലക്കി. ഒരു പ്രത്യേക അറിയിപ്പ്: പൂരപ്പറമ്പിലുള്ള ഗർഭിണികൾ, കുട്ടികൾ, മനക്കെട്ടിയില്ലാത്തവർ ദയവായി പൂരപ്പറമ്പിൽ നിന്നും മാറി നിൽക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. പക്ഷേ നിന്റെ കാര്യം ഈ ഭഗവാൻ തീരുമാനിക്കും. ഗർഭം കലങ്ങി. ഇതൊക്കെ എന്ത്? തേവര് വെടിക്കെട്ട് വേലായുധനായി വന്നതാണോ അതോ വെടിക്കെട്ട് വേലായുധൻ തേവരായി വന്നതാണോ എന്നറിയില്ല. ആ വെടിക്കെട്ട് കാരണം വിനയന് തൻ്റെ ശ്രീദേവിയെയും പെരുവത്ത് കടവുകാർക്ക് അവരുടെ ടാക്കീസിനെയും തിരിച്ചു കിട്ടി.
പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം. വർഷങ്ങൾക്കിപ്പുറം ശ്രീദേവി ടാക്കീസിൽ സിനിമ എന്ന അത്ഭുതം വീണ്ടും ഉദിച്ചു. പൊടി പിടിച്ച ഓർമ്മകൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. വിനയൻ ഇന്നും കാത്തിരിക്കുകയാണ് തങ്ങളുടെ ശ്രീദേവി ടാക്കീസ് മാധവേട്ടന് തിരികെ നൽകാൻ. ലോകചരിത്രത്തിൽ സിനിമയുടെ പ്രാധാന്യം അറിഞ്ഞിട്ടൊന്നുമല്ല മാധവൻ സിനിമയെ സ്നേഹിച്ചത്. സിനിമയോടുള്ള ഒരുതരം അഭിനിവേശം. അതാണ് ഇന്നും മാധവനെ സഞ്ചരിക്കുന്ന ഒരു സിനിമാ കൊട്ടകയാക്കിയത്. വേരുകൾ പിതൃക്കളുടെ കിടപ്പറയിലേക്ക് ഇറങ്ങുന്നത് പോലെ സിനിമ ഇനിയും ഗ്രാമങ്ങളിലേക്ക് എത്തട്ടെ. നല്ല നല്ല സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ.